പട്ടികവർഗ വിഭാഗത്തിന് പദ്ധതി വിഹിതം നീട്ടിവെക്കുന്നതിൽ സംസ്ഥാനം കേന്ദ്രത്തിനേക്കാൾ ഏറെ മുന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതൊക്കെയാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് നാടും രാജ്യവും മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ തിരുവനന്തപുരം നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. തദ്ദേശ ഭാഷയിലുള്ള ഗാനം ആലപിച്ച് നൃത്തം ചെയ്തുകൊണ്ടായിരുന്നു പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 9 വർഷം നടപ്പിലാക്കിയ പദ്ധതികളും പരിപാടികളും വിശദീകരിച്ചു. ഇതിനിടയിലാണ് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിയിട്ടും സംസ്ഥാനം നടപ്പിലാക്കുന്ന വികസനങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. റിയൽ കേരള സ്റ്റോറി അവശ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ സ്വപ്നങ്ങളാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി ഇവിടെ സാധ്യമായിട്ടുള്ളത്. ഇതൊക്കെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നത് നമ്മുടെ നാടും രാജ്യവും മനസ്സിലാക്കുന്നുണ്ട്. രാജ്യത്ത് മറ്റിടങ്ങളിൽ ജാതിയുടെ പേരിൽ ആക്രമണങ്ങളും ഉച്ചനീചത്വങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ സ്ഥിതി അതല്ല. സമത്വത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജാതിയുടെ പേരിലുള്ള ആക്രമണങ്ങളോ ഉച്ചനീചത്വങ്ങളോ ഇല്ലാതെ സാമൂഹ്യ തുല്യതയോടെ സമാധാനപൂർണമായി ജീവിക്കാൻ ഇവിടെ കഴിയുന്നു. എന്നാൽ രാജ്യത്തെ മറ്റു പലയിടങ്ങളിലും ഇതല്ല സ്ഥിതി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും സർക്കാർ അതിവേഗ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നതികൾ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ആയതിനാൽ ദുരന്ത നിവാരണ പദ്ധതി സർക്കാർ ആലോചിച്ചിരുന്നു. 2 ഉന്നതികളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ റിപ്പോർട്ട് സമ്മേളന വേദിയിൽ അവതരിപ്പിച്ചു. പദ്ധതിയുടെ തുടർ നടപടികൾ ദുരന്ത നിവാരണ അതോറിറ്റിയാകും നടപ്പിലാക്കുക. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ സുവർണ ജൂബിലി ആഘോഷ പരിപാടിയിൽ ആദരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.